പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വലിയ ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ഈ സമയം ചേർത്തിരുത്തിയിരിക്കുകയാണ്. കർത്താവിന് നമ്മളോട് അത്രമേൽ സ്നേഹമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ശുശ്രൂഷ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 53-ാം തിരുവചനം, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശക്കുന്നവർക്കാണ് ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നർത്ഥം. ഈ വലിയ കിങ്ഡം ഓഫ് ഗോഡ് എന്ന ദൈവരാജ്യ ശുശ്രൂഷയിൽ വലിയ ദാഹത്തോടെ നമുക്ക് പങ്കെടുക്കാം. എന്തിനു വേണ്ടിയെന്നറിയോ? ദൈവത്തിൻ്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ദൈവിക ഇടപെടൽ ഞങ്ങൾ സംഭവിക്കണമേ. സാധിക്കുന്ന എല്ലാവരും ആയിരിക്കുന്നിടങ്ങളിൽ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവേ, 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 ആഗ്രഹിക്കുന്നു. അത്ഭുതകരമായൊരു ദൈവശക്തി ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ വെളിപ്പെടണമേ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തെ മുഴുവൻ അങ്ങ് ഏറ്റെടുക്കണമേ. കൈകൾ ഉയർത്തി നമുക്കെല്ലാവർക്കും ഒന്ന് സ്തുതിക്കാം. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഏലിയായിൽ കത്തി ജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, കൈകൾ അടിച്ച് എലീശായിൽ ഇരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, കത്തി ജ്വലിച്ച പരിശുദ്ധാത്മാവേ, ഏലീശായിൽ ജ്വലിച്ച പരിശുദ്ധാത്മാവേ, ഏലിയായിൽ കത്തി ജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, എലീശായിൽ ഇരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഏറ്റെടുക്കട്ടെ. ഞങ്ങളുടെ മനസ്സിന്റെ വികാര വിചാരങ്ങളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. ഞങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ചലനങ്ങളെയും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. ആത്മീയ തകർച്ചകളെ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കട്ടെ. ഓരോ വ്യക്തിയുടെ മേലും കുടുംബത്തിന്റെ മേലും ആയിരിക്കുന്ന ജീവിതാവസ്ഥയുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ ആ നെറ്റിയിലൊന്ന് കുരിശടയാളം വരച്ച് യേശുവിൻ്റെ നാമത്തിൽ കൈകൾ കൂപ്പി ഒന്ന് പറഞ്ഞ്, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥമായിട്ട് നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥമൊക്കെ എടുക്കാം, നോട്ട്ബുക്ക് എടുത്ത് ഒരു വചനം എഴുതി ഈ വലിയ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന അതിസുന്ദരമായൊരു വചനം, അത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം ദൈവവചനമാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ഈ വചനം ഞങ്ങൾക്ക് അറിയാം എന്ന് മനസ്സിൽ വിശ്വസിക്കുന്നുണ്ടാവും. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 14 വേഴ്സ് 14. പുറപ്പാട് പുസ്തകം 14 ഒരു കുഞ്ഞു വചനമാണ്, പക്ഷേ വളരെ ശക്തമായ കാര്യമാണ് ഈ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കേട്ടോ വചനം? കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Book of Exodus chapter 14 verse 14. The Lord will fight for you and you have only to keep still. സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നീ എന്ത് ചെയ്യണം? ശാന്തരായിരുന്നാൽ മതി.
ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുടെ ജീവിത അവസ്ഥയിൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ടല്ലോ അല്ലേ? ഒത്തിരി പേര് വിഷമിക്കുന്നവരുണ്ട്, വല്ലാത്ത ഭാരത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ ഇൻ്റർവ്യൂ ഒരു പ്രത്യേക കമ്പനിയിൽ ആ ജോലി കിട്ടണമെന്ന് അവന് വല്ലാത്ത ആഗ്രഹമാണ്. അവൻ പറയാ, എൻ്റെ അച്ഛാ, പല പല ഘട്ടങ്ങളായിട്ടാണ് ഇൻ്റർവ്യൂ, ഇപ്പം കിട്ടുമെന്നും പറഞ്ഞ് റെഡിയായിട്ട് അങ്ങോട്ട് ചെല്ലും. എന്നാൽ എന്തെങ്കിലും പറഞ്ഞത് മുടങ്ങിപ്പോവും. ഒന്നോ രണ്ടോ അല്ല, പല തവണയായി. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. വിദേശത്ത് പോകാൻ വേണ്ടി കൊറോണയ്ക്ക് മുമ്പ്, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കൊറോണയ്ക്ക് മുമ്പ് ഇപ്പം റെഡിയാകുമെന്നും പറഞ്ഞൊരു ഏജൻസിക്കാർ ഒരു കുടുംബത്തെ അവരോട് പറഞ്ഞ് ഇപ്പം റെഡിയാവും. ഇപ്പം കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും വർഷമായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കുടുംബനാഥൻ സങ്കടത്തോടെ പറഞ്ഞ്, എൻ്റെ അച്ഛാ, ഇത്ര വർഷമായെന്നറിയോ, ഇപ്പം അവിടെ ഇല്ല ഇവിടെ ഇല്ല. ആ ഏജൻസിക്കാരൻ ഇപ്പം റെഡിയാവും, കുറച്ച് പോയിൻറ്റും കൂടെ ഇന്ന കാര്യത്തിന് കിട്ടിക്കഴിഞ്ഞ് ഇപ്പം റെഡിയാവും. എൻ്റെ അച്ഛാ, അവിടെ ഇല്ല ഇവിടെ ഇല്ല, പെട്ട അവസ്ഥയിലാണ്. എന്താ ചെയ്യണ്ടേ? ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും അതിശക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നീ ശാന്തമായിരുന്നാൽ മതി. ആര് നിനക്ക് വേണ്ടി നിലകൊള്ളും? കർത്താവ് നിനക്ക് വേണ്ടി നിലകൊള്ളും. നീ അനാഥനല്ലെന്ന്, ആര് നിന്നെ സഹായിക്കാനില്ലാത്തൊരു വ്യക്തിയല്ല. കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നീ ശാന്തമായിരുന്നാൽ മതി. സാധിക്കുമെങ്കിൽ ആ വലതുകരം ഉയർത്തിയിട്ടൊന്ന് ഏറ്റു പറഞ്ഞേ, കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, ഞാൻ ശാന്തമായിരുന്നാൽ മതി. കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, ഞാൻ ശാന്തമായിരുന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനം കൃത്യമായി ബോധ്യ മേഖലകളിൽ എത്തുന്നതിന് പഴയ നിയമത്തിൽ ദിനവൃത്താന്ത പുസ്തകം എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്, ബുക്ക് ഓഫ് ക്രോണിക്കൽസ്. ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം, ബുക്ക് ഓഫ് ക്രോണിക്കൽസ്, സെക്കൻഡ് ബുക്ക്, അതിൻ്റെ 20-ാം അധ്യായത്തിൽ നമ്മളൊരു രാജാവിനെ കുറിച്ചൊന്ന് പഠിക്കുകയാണ്. വളരെ മനോഹരമായിട്ടാണ് ഈ രാജാവിനെ കുറിച്ചും ഈ രാജാവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ചില സന്ദേശങ്ങളും നമ്മൾ പഠിക്കുന്നത്. ഈ രാജാവിൻ്റെ പേരാണ് യഹോഷാഫാത്ത് എന്നാണ് ഈ രാജാവിൻ്റെ പേര്. യഹോഷാഫാത്ത് എന്ന് പറഞ്ഞേ, യഹോഷാഫാത്ത്. ഈ രാജാവിൻ്റെ പേരാണ്, നല്ല പേരാ അല്ലേ, യഹോഷാഫാത്ത്. ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനം. കുറേ കാലം കഴിഞ്ഞ് മൊവാബ്യരും അമ്മോന്യരും മെയൂന്യരും ചേർന്ന് യഹോഷാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. എല്ലാവരും കൂടെ ചേർന്ന് യുദ്ധത്തിന് വന്നിരിക്കുകയാണ്. ഈ രാജാവിനെ കുറിച്ച് വായിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, ഇത് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചില സമയത്ത് കണ്ടിട്ടില്ലേ, എല്ലാ വയ്യാവേലികളും കൂടെ ഒരുമിച്ച് വരുമെന്ന് പറയും. വയ്യാവേലി അല്ലേ, എല്ലാവരും കൂടെ ഒരുമിച്ച് വരും അല്ലേ. കുരിശിൻ്റെ വഴിയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെയാണ് ചിലരുടെ അവസ്ഥ. ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു. ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ഒരുമിച്ച് വന്നിരിക്കുകയാണ്. യഹോഷാഫാത്ത് എന്ന് പറയുന്ന രാജാവ്. വചനം വായിച്ചോ, ബുക്ക് ഓഫ് ക്രോണിക്കൽസ്, സെക്കൻഡ് ബുക്ക്, ചാപ്റ്റർ 20 വേഴ്സ് 2, 2-ാം വചനം. ചിലർ വന്ന് യഹോഷാഫാത്തിനോട് പറഞ്ഞു, കടലിനക്കരെ ഏദോമിൽ നിന്ന് വന്ന ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു. ഇതാ അവർ ഹാസോൻ താമാറിൽ, അതായത് എൻഗോദിൽ എത്തിക്കഴിഞ്ഞു. അവൻ ഭയന്ന് കർത്താവിങ്കിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദയായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. യഹോഷാഫാത്ത് ശത്രുക്കൾ ഇങ്ങനെ പെരുകി തന്നെ പീഡിപ്പിക്കാൻ വേണ്ടി വരികയാണ്. തൻ്റെ ജീവിതത്തെ നശിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ അവൻ എന്ത് ചെയ്തു? കർത്താവിങ്കിലേക്ക് തിരിഞ്ഞിട്ട് എന്ത് തീരുമാനിച്ചു? ഉപവാസം എടുക്കാനായിട്ട് തീരുമാനിച്ചു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മളാണെങ്കിൽ നമ്മളെ ആക്രമിക്കാനായിട്ട് ആരെങ്കിലും വരുമ്പോൾ അവരെ എങ്ങനെ ആക്രമിക്കാം എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ യഹോഷാഫാത്ത് എന്ന് പറയുന്ന രാജാവ് പഠിപ്പിക്കുന്നൊരു വലിയ പാഠം, നമ്മളെ ആക്രമിക്കാൻ വന്നവരോട് നീ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് നീ ശ്രദ്ധിക്കേണ്ട കാര്യം, സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കണം. എന്നിട്ട് നിന്റെ ജീവിതത്തിൽ
ആത്മീയമായി ഒരു ഒരുക്കം ഈ മേഖലയിൽ വേണം. അതുകൊണ്ടാണ് യഹോഷാഫാത്ത് എന്ത് ചെയ്തു? ദൈവജനത്തോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അതിൻ്റെ 4-ാം തിരുവചനം ഇങ്ങനെയാണ്: കർത്താവിൻ്റെ സഹായം തേടാൻ യൂദാ നിവാസികൾ ഒരുമിച്ച് കൂടി. അവർ കർത്താവിനെ അന്വേഷിച്ച് യൂദായയിലെ എല്ലാ നഗരങ്ങളിൽ നിന്ന് വന്നു. അവരൊരു കാര്യം തീരുമാനിച്ചു, ശത്രുക്കളൊക്കെ വരുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ കർത്താവിൻ്റെ സഹായം തേടും, സർവശക്തനായ ദൈവത്തിൻ്റെ സഹായം തേടും. എൻ്റെ പ്രിയരെ, യഹോഷാഫാത്തിനെ നമുക്ക് സ്വന്തമാക്കി സ്വീകരിക്കാം. എന്നിട്ട് ഈ യഹോഷാഫാത്തിൻ്റെ അതേ നിലപാട് നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഞെരുക്കങ്ങളും ശത്രുക്കളും പീഡകളും വരുമ്പോൾ അവർക്കെതിരെ യുദ്ധത്തിന് പോകാനല്ല, മറിച്ച് സർവശക്തനായ ദൈവത്തെ നമുക്ക് ചേർത്ത് പിടിക്കാം. അങ്ങനെ ഒരു വലിയ നിലപാടെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അഭിഷേകത്തെക്കുറിച്ചൊക്കെയാണ് ഈ 20-ാം അധ്യായം പഠിപ്പിക്കുന്നത്. നമ്മൾ മുന്നോട്ട് വായിച്ചു പോയി അതിൻ്റെ 12-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 12-ാം തിരുവചനം: ഞങ്ങളുടെ ദൈവമേ, അങ്ങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ? ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യവ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ്. എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും ഞങ്ങൾ അങ്ങയെ അഭയം പ്രാപിക്കുന്നു. ആ യഹോഷാഫാത്തും സൈന്യവും ആ ദേശത്തെ ജനം മുഴുവൻ തമ്പുരാൻ്റെ മുമ്പിൽ വന്നിട്ട് പറയും, ഞങ്ങൾ ഇനി എന്നാ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തവും ഇല്ല. ദൈവമേ, നിനക്കറിയാലോ, ശത്രുക്കൾ വരുന്നു, ഇവരോട് എങ്ങനെ പൊരുതണമെന്ന് ഒരു പിടുത്തവും ഇല്ല. കർത്താവേ, നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, അഭയം പ്രാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കരുണയുടെ ചിത്രത്തിൻ്റെ തൊട്ട് താഴെ എഴുതി വച്ചിരിക്കുന്ന ഒരു കുഞ്ഞു വചനയില്ലേ, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, ശരണപ്പെടുന്നു. യെസ്, ഐ ട്രസ്റ്റ്. വേറെ എങ്ങും ഇല്ലെന്ന്. ദൈവമേ, അങ്ങയിലാണ് ഞങ്ങളുടെ ആശ്രയം. വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ അതിൻ്റെ 13-ാം തിരുവചനം, ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം 20-ാം അധ്യായം 13-ാം തിരുവചനം: യൂദായിലെ പുരുഷന്മാരെല്ലാവരും കുട്ടികളോടും ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. കണ്ടോ, ഒറ്റയ്ക്കല്ലെന്ന്. അവർ കുടുംബം അടക്കം. നിന്റെ കുടുംബത്തിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട കാര്യം, നിന്റെ കുടുംബം മുഴുവൻ ഒരുമിച്ച് കൂടി നിന്ന് പ്രാർത്ഥിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. എത്ര വലിയ കെട്ടുകളാണെങ്കിലും ആ കെട്ടുകൾ അഴിയും. വചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, അതാ തൊട്ടടുത്ത വചനം: അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സഭാമധ്യേ നിന്നിരുന്ന ആസാഫ് വംശജനും ലേവിനുമായ യഹസേലിൻ്റെ മുമ്പിൽ വന്നു. അവൻ സക്കറിയ ബെസായുടെയും ബെനായ ജേസലിൻ്റെയും ജെയേൽ മത്നായുടെയും മകനായിരുന്നു. യഹസ്യേൽ പറഞ്ഞു, യൂദായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോഷാഫാത്ത് രാജാവും കേൾക്കട്ടെ. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. അപ്പോൾ ഈ ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരിൽ കർത്താവിൻ്റെ സന്ദേശം ഇതാണ്: നിങ്ങൾ ഭയപ്പെടേണ്ട. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശക്തി അതല്ലേ? ആ ഭയം അങ്ങ് മാറും. നിനക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളോടും പോരാനുള്ള ചങ്കുറപ്പ് നിനക്ക് കിട്ടും. ഇപ്പോൾ നിന്നെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ നേരിടാനുള്ള ബലം കിട്ടും. ഇപ്പം നമുക്കെന്തില്ല? ബലമില്ല. പേടിച്ചരണ്ടിരിക്കുക, വിഷമിച്ചിരിക്കുക. തമ്പുരാൻ്റെ മുമ്പിൽ വട്ടം പിടിച്ചോണം, നിന്റെ ഭയം മാറും. എന്നിട്ട് വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. 17-ാം തിരുവചനം: ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല. യൂദ ജെറുസലേം നിവാസികളെ അണിനിരന്ന് കാത്തു നിൽക്കുവിൻ. കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. നാളെ അവർക്കെതിരെ നീങ്ങുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുകയാണ്, അവരുടെ തകർച്ച നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും. എന്ന് പറഞ്ഞാൽ നീ ആയിരിക്കുന്ന ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ നിനക്ക് വിജയം കാണാൻ പറ്റും. 22-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ്: അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ, കണ്ടോ, ഇവരെന്ത് ചെയ്തു? യഹോഷാഫാത്തും ദൈവജനവും അവർ പാട്ടുപാടി സ്തുതിക്കാൻ തുടങ്ങി. ശത്രുക്കളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നീ ഇന്ന് കടന്നു പോകുന്ന തകർച്ചയുടെ നടുവിൽ നിനക്ക് ചെയ്യാവുന്ന ഒരു ജീവിത ശൈലിയാണ് ദൈവത്തെ സ്തുതിക്കണം. പരിശുദ്ധ മറിയം ദൈവത്തെ സ്തുതിച്ചതുപോലെ
അല്ലേ? അപ്പസ്തോല പ്രവർത്തനം, ഇതാ പൗലോസും സീലാസും ദൈവത്തെ സ്തുതിച്ചതുപോലെ നമ്മളും ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുന്നു. തകർച്ചയുടെ നടുവിൽ വചനം മുന്നോട്ട് പോകുമ്പോൾ 24-ാം വചനം, യൂദാ സൈന്യം മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിൽ വന്ന് ശത്രു സൈന്യം നോക്കിയപ്പോൾ ശവശരീരങ്ങൾ നിലത്ത് കിടക്കുന്നതാണ് കണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനമൊക്കെ നമ്മളെ എന്താ പഠിപ്പിക്കണേ? നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അനുഭവിക്കുന്ന ഈ തകർച്ചകൾക്കപ്പുറം ദൈവിക ഇടപെടൽ നിനക്ക് കാണാൻ പറ്റണം. അതിനാണ് പുറപ്പാട് പുസ്തകം 14:14 വിശ്വസിച്ച് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രിയപ്പെട്ടവരെ, 2 കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിരുമുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ ശുശ്രൂഷ സമയത്ത് നീ ചിന്തിക്കുക, നീ ഇന്ന് കടന്നു പോകുന്ന ഏത് തകർച്ചയാവട്ടെ, ഏത് പ്രശ്ന പരിഹാരമില്ലാതെ ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥയാവട്ടെ, സംശയത്തിൻ്റെ നിഴലാവട്ടെ, അതിൻ്റെ മുകളിൽ കർത്താവിൻ്റെ ശക്തി വെളിപ്പെടും. കർത്താവ് ആ വിഷയത്തിൽ ഇടപെടും. വിശ്വസിക്കണം. തുടർന്നുള്ള ആരാധന സമയത്ത് ഈ അഭിഷേകം നമ്മൾ ഇതാ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. കർത്താവേ, ഞാൻ ഇന്ന് കടന്നു പോകുന്ന എല്ലാ വിഷയങ്ങൾക്കും കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും, അങ്ങ് ഇടപെടും. ഞാൻ ശാന്തരായിരുന്നാൽ മതി. ഓ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തോടെ ആയിരിക്കുന്നിടങ്ങളിൽ മുട്ടുകുത്തി നമുക്ക് ഒരുമിച്ച് ആരാധനയിൽ പങ്കെടുത്ത് ദൈവിക അഭിഷേകം സ്വന്തമാക്കാം. ആമേൻ, ആമേൻ. യേശയ്യ കണ്ട കനലേ, ഏലിയ നേടിയ കനിവേ, യേശയ്യ കണ്ട കനലേ, ഏലിയ നേടിയ കനിവേ, മണ്ണിലും വിണ്ണിലും അങ്ങേ വാഴ്ത്തുന്നു, മണ്ണിലും വിണ്ണിലും അങ്ങേ വാഴ്ത്തുന്നു. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. മാലാഖമാരോട് ചേർന്നിന്നു ഞങ്ങൾ സർവേശ്വരാ നിൻ നാമം വാഴ്ത്തുന്നു. ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമദിവികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അൾത്താരയിലുള്ള ഈശോ ഇതാ നിന്നെ പഠിപ്പിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് കടന്നു പോകുന്ന ഏതനുഭവമായിക്കൊള്ളട്ടെ, ഇതാ ഈ ദൈവ സാന്നിധ്യം നിന്നോടൊപ്പമുണ്ട്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ പഠിച്ചില്ലേ, ഇതാ നിങ്ങൾക്ക് വേണ്ടി സർവശക്തനായ ദൈവം യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. നിനക്ക് വേണ്ടി ആര് യുദ്ധം ചെയ്യും? ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നീ ശാന്തനായിരുന്നാൽ മതി. ഈ ശുശ്രൂഷ സമയം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഏതെങ്കിലും വിഷയത്തിൽ നീ കൺഫ്യൂസ്ഡ് ആണോ? സംശയമനസ്കനാണോ? ആരെന്നെ സഹായിക്കുമെന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലെ അനുദിന ചില വിഷയങ്ങളിൽ വല്ലാണ്ട് ഭാരപ്പെട്ടാണോ നീ ആയിരിക്കുന്നത്? ഇതാ ഈശോ നിന്നോട് പറയുന്നു, നിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിന്നെ സഹായിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ആ ദൈവ സാന്നിധ്യം നിന്റെ പക്കലേക്ക് കടന്നു വരികയാണ്. 38 വർഷമായി തളർവാദം പിടിപെട്ട് കിടന്നിരുന്ന വ്യക്തിയുടെ പക്കലേക്ക് കടന്നു വന്ന യേശു
നായിമിലെ വിധവയുടെ മകൻ്റെ ആ മരണ ശവസംസ്കാര യാത്രയിലേക്ക് കടന്നു വന്ന യേശു ഇതാ നിന്റെ പക്കലേക്ക് കടന്നു വരികയാണ്. നീ ആയിരിക്കുന്ന ഈ അവസ്ഥയെ അറിഞ്ഞ് യേശു നിന്റെ പക്കലേക്ക് കടന്നു വരികയാണ്. ഇതാ യേശു നിന്നോട് പറയുന്നു, നീ വിഷമിക്കേണ്ട, നീ ഭാരപ്പെടേണ്ട, നിന്റെ പ്രശ്നത്തിന് ഉത്തരമുണ്ട്. കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്തൊന്ന് പ്രാർത്ഥിച്ച്, ഒരുപക്ഷെ ഈ പ്രശ്നത്തോടുകൂടി ഞാൻ തീർന്നു, ഉത്തരമില്ല, എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ, എനിക്ക് ആര് സഹായിക്കാനില്ല എന്നൊരു ചിന്തയിലാണോ? എന്നാൽ പുറപ്പാട് 14:14 നിനക്ക് വലിയൊരു ഉത്തരമാണ്. നിന്റെ ഭാരത്തിൽ കർത്താവ് ഇടപെടുന്ന സമയമാണ്. നീ സമയം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവേ, അത്ഭുതകരമായി എന്നിൽ ഇടപെടണമേ. ഒരു പുതിയ അഭിഷേകം എന്നിലേക്ക് സംഭവിക്കപ്പെടട്ടെ. ഇതാ നിന്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നിന്റെ സർവശക്തനായ ദൈവം ഏറ്റെടുത്ത് നിന്നെ പുതിയൊരു അഭിഷേകത്തിലേക്ക് നയിക്കുന്ന സമയം. നമുക്ക് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇതാ നിന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി വിശ്വസിച്ചോളൂ. ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ ഇന്നായിരിക്കുന്ന ഈ അപകടത്തിൽ, ഞാൻ ഇന്നായിരിക്കുന്ന ഈ പ്രശ്നത്തിൽ, ഈ ഊരാക്കുടുക്കിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു വഴി തുറന്ന് എന്നെ സംരക്ഷിക്കുന്നു. ഓ കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങയുടെ അനന്ത സ്നേഹം തിരിച്ചറിയുന്നു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹാലേലുയാ, 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 ഹാലേലുയാ. യേശുവേ, ആരാധന, 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 ആരാധന. ഹാലേലുയാ, 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 ഹാലേലുയാ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കയ്യൊക്കെ അടിച്ച് ചേർന്ന് നമുക്ക് വിശ്വസിച്ച് ഈ പാട്ടിന്റെ വരികളൊന്ന് പാടി പ്രാർത്ഥിച്ച്, ഓ കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ ഏറ്റെടുക്കുന്നു. യേസ് കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അസ്വസ്ഥപ്പെടേണ്ട, ഞാൻ ഭാരപ്പെടേണ്ട, അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഏറ്റെടുക്കണം, വിശ്വസിക്കണം. കൈയടിച്ച് പാടാം. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹെന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹെന്ന ദൈവം കൂടെയുണ്ട്. ഓ സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹെന്ന ദൈവം കൂടെയുണ്ട്. സിയോൻ സഞ്ചാരി ഭയപ്പെടേണ്ട, യാഹെന്ന ദൈവം കൂടെയുണ്ട്. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ. നീ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത്, ആ വിഷയത്തിൽ കർത്താവ് നൽകുന്ന ഉറപ്പ്, നിന്റെ ദൈവം ഒരിക്കലും മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. മറിച്ച് നിന്നൊക്കെ കാവലായി ദൈവം കൂടെ ഉണ്ടാവും. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ചത് ഏറ്റെടുക്കുന്നു. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളിലും, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ സമയത്ത് ഏതെങ്കിലും അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് മുമ്പിൽ ഭാരപ്പെടുന്നവരുണ്ടോ? ഇതാ വിശ്വസിക്കൂ, കർത്താവ് നിന്നെ ഉപേക്ഷിക്കത്തില്ല. പുറപ്പാട് പുസ്തകം 14:14 നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. യെസ്, ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഓ കർത്താവ്, ഞാൻ ഏറ്റെടുക്കുന്നു. ഏറ്റെടുക്കുന്ന കർത്താവെ, അങ്ങനെക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ദൈവമാണ്. ആ വിശ്വാസം ഞാൻ ഏറ്റെടുക്കുന്നു. അതോടൊപ്പം നിന്റെ വീട്ടിൽ ഏതെങ്കിലും വിഷയത്തിൽ ആകുലപ്പെട്ട് ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവരെ പ്രത്യേകം സമർപ്പിക്കുക. കർത്താവെ, ഇതാ ഈ സമയം ആകുലപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് ഇടപെടട്ടെ. അവന്റെ വിശ്വാസത്തോടെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെ